നിങ്ങൾക്ക് ദേഷ്യം വരാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു ചാടി പറഞ്ഞിട്ട് അവസാനം അയ്യത്തടാന്ന് ആവാറുണ്ടോ? ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ചെറിയൊരു ഈഗോന്റെ പ്രശ്നം അതാണ് ദേഷ്യത്തിന് കാരണമായി മാറുന്നത്. എന്നാലേ ഈ ഈഗോനെയും ദേഷ്യത്തിനെയും ഒക്കെ മറികടന്ന ഒരാളുണ്ട് രാമായണത്തില്. വിശ്വാമിത്ര മഹർഷി. ആരാ വിശ്വാമിത്രൻ? വിശ്വത്തിനെ മിത്രമാക്കിയവൻ, ലോകത്തിന് കൂട്ടുകാരനായ ആളാണ് വിശ്വാമിത്രൻ. അദ്ദേഹം ആദ്യം ഒരു രാജാവായിരുന്നു. കൗശികൻ എന്നാണ് പേര്. കൗശികൻ എന്ന് പറയുന്ന രാജാവിന് അധികാരമുണ്ട്, സമ്പത്തുണ്ട്, സൈന്യങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട്. ഈ അധികാരമൊക്കെ ഉപയോഗിച്ച് വസിഷ്ഠ മഹർഷിയുടെ കാമധേനു എന്ന പശുവിനെ സ്വന്തമാക്കാൻ വേണ്ടി യുദ്ധത്തിന് പോവുകയാണ്. അങ്ങനെ യുദ്ധം ചെയ്ത് അവസാനം ആയുധങ്ങളും പോയി, സമ്പത്തും പോയി, സൈന്യവും പോയി. വസിഷ്ഠ മഹർഷിയുടെ മുമ്പില് തോറ്റു തുന്നം പാടി നിൽക്കേണ്ടി വരികയാണ് കൗശികന്. അപ്പൊ അവിടെ വെച്ച് ഒരു തീരുമാനം എടുക്കുകയാണ്. രാജപദവി ഒക്കെ വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് തപസ് ചെയ്യാണ്. എത്ര തവണ പരാജയപ്പെട്ടു എന്നോ? രംഭ വന്നു, മേനക വന്നു, ത്രിശങ്കുവിന്റെ കാര്യം, ഇങ്ങനെ ഒരുപാട് തവണ പരാജയപ്പെട്ടു. പക്ഷെ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. ഇനി ദേഷ്യം കാരണം നേടിയ തപശക്തികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നഷ്ടം വരാറുണ്ട്. വീണ്ടും സീറോയിൽ നിന്ന് തുടങ്ങും. അങ്ങനെ തപസ് ചെയ്ത് അറിവ് നേടി ആ രാജർഷി ബ്രഹ്മർഷിയായിട്ട് മാറുകയാണ്. നമ്മള് ലോകത്തിലുള്ള എല്ലാവരും ഇന്ന് ജപിക്കുന്ന ഗായത്രി മന്ത്രം വിശ്വാമിത്ര മഹർഷിയുടെ കോൺട്രിബ്യൂഷനാണ്. അതുപോലെ ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും കഴിവുകളെ ആദ്യം തിരിച്ചറിഞ്ഞത് വിശ്വാമിത്ര മഹർഷിയാണ്. അങ്ങനെ കാട്ടിൽ കൊണ്ടുപോയി കുറേ ആസുരിക ശക്തികളെ ഇല്ലായ്മ ചെയ്യാൻ വിശ്വാമിത്ര മഹർഷിയാണ് മുൻകൈ എടുക്കുന്നത്. അതുപോലെ രാമന് കുറേ ദിവ്യാസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. സീതാസ്വയംവരം നടത്തിച്ചു. നമ്മുടെ മനസ്സിന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണതാണ് ആത്മീയത. ഈ ആത്മീയത ഒരു തണലാണ്. ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ആശ്വാസം നൽകാൻ കെൽപ്പുള്ള ഒരു തണലാണ് ആത്മീയത.